ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പാണ്, ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത്. ഇപ്പം ഞങ്ങൾ തിരിച്ച് മുംബൈയിലേക്ക് എത്തി. അപ്പം നമ്മൾ പറശ്ശിനിയിലേക്ക് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എത്ര തന്നെ തിരക്ക് പിടിച്ച് നാട്ടിലേക്ക് പോയതാണെങ്കിൽ പോലും ഒരു തവണ പറശ്ശിനിയിൽ പോകാണ്ട് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് പറ്റാറേ ഇല്ല കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ. വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് കേട്ടോ പറശ്ശിനിയിലൊന്ന് പോയി തൊഴുതിട്ട് വന്നു കഴിഞ്ഞാൽ. അത് പോയിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെ പോയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് പോയിരിക്കുന്നത്. അതിപ്പോൾ ഈ നേരം എന്ന് പറഞ്ഞാൽ ഏകദേശം 2-2:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 1 മണി 1:30 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് വന്നിട്ട് പോലും കണ്ടോ നല്ല തിരക്കാണ് ഇവിടെ, വെള്ളിയാഴ്ച ദിവസമായിട്ട്. അപ്പോൾ സാറ്റർഡേ സൺഡേ ദിവസങ്ങളൊന്നും അടുക്കാൻ പറ്റില്ല എന്ന് പറയാം. അത് വെക്കേഷൻ സമയത്തായതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഈ ഒരു സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായി പറശ്ശിനിയിൽ നിന്നൊന്ന് ചോറുണ്ടാത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു. ഇത്തവണ ഇവിടുന്ന് ഫുഡ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് തിരിച്ചു പോകുള്ളൂ. 12 മണിക്ക് ഊണ് തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും കഴിച്ചിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു, പോകുന്നവരും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത്രയും തിരക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സാറ്റർഡേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സൺഡേ ദിവസങ്ങളിൽ, അതുമല്ല വൈകിട്ട് സമയങ്ങളിലൊക്കെ എന്തായിരിക്കും. അത്ര തിരക്കാണ് കേട്ടോ ഇവിടെ. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഇപ്പം നമ്മുടെ കണ്ണൂരിൽ നിന്നല്ലാതെ തന്നെ പുറത്തുനിന്നും ഒരുപാട് ആൾക്കാർ വരുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് വന്ന് ആദ്യം തന്നെ സാധാരണ പോലെ തന്നെ ഒന്ന് തൊഴണം. അപ്പം എല്ലാവരും ഇത് ഈ താഴെ ഒന്ന് കാല് കഴുകിയിട്ട്, അതായത് ഈ പുഴയിൽ ഇറങ്ങിയിട്ട് ഒന്ന് കാല് കഴുകിയിട്ടാണ് കേട്ടോ കയറുക. ഭയങ്കര രസമാണ് ഇവിടെയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ബോട്ടിങ്ങും ഇതൊക്കെ കാണാൻ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സീനറിയാണ്. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും ആ ഒരു പുഴയിലോട്ട് കേട്ടോ. അപ്പം അതേ വന്ന് പതുക്കെ ഞാനും ഒന്ന് കാല് കഴുകിയേക്കാമെന്ന് വിചാരിച്ചു. കാല് കഴുകണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ അതൊരു രസവും കൂടിയാണ്. എല്ലാവർക്കും പുഴയിൽ ഇറങ്ങാൻ കിട്ടുന്നൊരു ചാൻസും കൂടിയാണല്ലോ. ഇത്രേ ഇറങ്ങാൻ പറ്റുള്ളൂ, പക്ഷേ എന്നാൽ പോലും അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ കാലൊക്കെ ഒന്ന് കഴുകി ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പം അകത്ത് ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊന്നും അലൗഡ് അല്ല എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു എൻട്രൻസ് വരെ വീഡിയോ പിടിക്കാറുണ്ട്, അത് കഴിഞ്ഞ് അകത്ത് നമ്മൾക്ക് പറ്റില്ല. അപ്പോൾ ഇതേ അകത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങൾ തൊഴാൻ കയറുമ്പോഴേക്കും ഒരുവിധം ആൾക്കാരൊക്കെ തൊഴുത് ഇറങ്ങി ഫുഡും കഴിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അത് കാരണം അകത്ത് അധികം തിരക്കില്ല. അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ട് ഇത് 2 മിനിറ്റ് നേരം ഇങ്ങനെ വെറുതെ ഒന്നുകൂടി ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആരും അറിയാതെ ഇത്തിരി വീഡിയോ എടുത്തതാണ് കേട്ടോ. കണ്ട് കഴിഞ്ഞാൽ അവർ വഴക്ക് പറയും. അപ്പം ഇതേ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ മുത്തപ്പൻ്റെ സന്നിധാനം എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ആ ഒരു തൊഴുന്ന സ്ഥലം. അമ്പലത്തിൻ്റെ പോർഷൻ അതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് തൊഴുതിട്ടൊക്കെ ഞങ്ങളിത് നേരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി മെയിനായിട്ട് എനിക്ക് ഫുഡ് കഴിക്കണം, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഊട്ടുപുര ഇതാണ് കേട്ടോ. ഊട്ടുപുര ഞാൻ പണ്ട് ഒരു 10-30 വർഷമെങ്കിലായിട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഊട്ടുപുരയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു ഹോള് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ വലിയൊരു ഊട്ടുപുര ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇങ്ങനെ കയറി നിന്ന് ലൈൻ നിൽക്കുന്നുണ്ടാവും. അത്ര വലിയ ലൈനൊന്നുമല്ല. ഞാൻ വന്ന സമയം ആ ഉച്ചനേരമാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ കാണാൻ ലൈൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ബോറടി ഉണ്ടാവില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് ഭയങ്കര, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ലൈന് പെട്ടെന്ന് നീങ്ങല്ലേ എന്നാണ്. കാരണം അമ്പലത്തിൻ്റെ വ്യൂ ഒക്കെ നന്നായിട്ട് കാണുന്നില്ലേ, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഒട്ടും ബോറടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്താണ് കേട്ടോ പ്ലേറ്റ് ഉണ്ടാവുക. നമ്മളിങ്ങനെ ഓരോരുത്തരും ഓരോ പ്ലേറ്റ് എടുത്തിട്ട് പോകും. ചില സമയത്ത് അവർ തിരക്ക് കൂടുതലുള്ള സമയത്താണോ കുറവുള്ള സമയത്താണോ എന്നല്ല. ഇപ്പോൾ അവർ ഉണ്ടോ ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ കൊണ്ടുപോകും, നമ്മുടെ ലൈനിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മൾ ഓരോരോ പ്ലേറ്റ് അതിൽ നിന്ന് എടുക്കാം. ചില സമയത്ത് അവിടെ വെച്ചിട്ടുണ്ടാകും, നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്ത് എല്ലാവരും പോകണം. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ ആണുങ്ങളുടെ ലൈനും ഏകദേശം നമ്മുടെ ഒപ്പം തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിത് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത്. പക്ഷേ എന്നിട്ടും എനിക്ക് ആ ചോറ് കാണുമ്പോൾ കൊതിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു 2:30-3 മണി നേരം, അതായത് 12 മണി തൊട്ട് ഇവിടെ ഊണ് കൊടുക്കാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 മണി ആവാറായിട്ടും കണ്ടോ നല്ല തിരക്കാണ് കേട്ടോ.
അത്രയും എത്ര തിരക്കുണ്ടായാലും ഇവിടെ ആൾക്കാർക്കുണ്ടല്ലോ വന്ന് ഈ ഒരു ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെറും ഒരു പരിപ്പ് കറിയും പരിപ്പും കായയാണ് ഇന്നത്തത്. അതിൻ്റെ കൂടെ ഒരു മോര് കേട്ടോ. മോരാണോ എന്ന് വെച്ചാൽ മോരാണ്, മോരല്ലേന്ന് വെച്ചാൽ അല്ല, ആ ഒരു പരുവത്തിലുള്ള മോരായിരിക്കും കേട്ടോ. പക്ഷേ എന്നാൽ പോലും ഇത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയാം. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നിറയെ ചോറ് തരും കേട്ടോ. ഞാൻ പിന്നെ ചോറ് പൊതുവെ കഴിക്കാത്തതുകൊണ്ട് ഇടുന്ന സമയത്ത് അവരോട് പറഞ്ഞു ഇത്തിരി ഇട്ടാൽ മതി, അതുകൊണ്ട് ഇത്ര മാത്രം. പക്ഷേ നിറയെ ചോറ് തരും കേട്ടോ. ഒരുപാട് പേര് ചോറ് കൊണ്ടുപോയി കളയുന്നതും കാണാം. അത്രയും ചോറ് തരും. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളിന് ശേഷമാണ് അത് കഴിച്ചത്. അപ്പോൾ അങ്ങനെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഈ ഇരിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ദൂരത്തു നിന്നൊക്കെ വരുന്നവരാണ് കേട്ടോ. അപ്പോൾ അവർ വൈകിട്ട് തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ കാത്തിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ തെയ്യം കാണാനൊന്നും കാത്തിരുന്നില്ല. വേഗത്തിൽ ഊണും കഴിച്ച് കഴിഞ്ഞ് പിന്നെ മെല്ലെ ഇതേ കുറച്ച് മോനൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങുക എന്നുള്ളതൊരു ചടങ്ങാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി. ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ, മോന് മാത്രമല്ല. അങ്ങനെ കടകളിലൊക്കെ കയറി ഇറങ്ങി കുറച്ച് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വാങ്ങി. ഭയങ്കര വിലയായിരിക്കും. അത് സാധാരണ എല്ലാവരുടെയും അറിയാമല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല വിലയായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഒന്നും വാങ്ങാറില്ല. മോൻ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് കുറച്ച് വാങ്ങിക്കും. പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് കമ്മലും കാര്യങ്ങളും, പിന്നെ എനിക്ക് പൂജാമുറിയിൽ വെക്കാൻ ഒരു കുഞ്ഞ് മുരുട എന്ന് പറയും ഞങ്ങളിവിടെ, കിണ്ടിക്കൊപ്പം കുഞ്ഞു മുരുട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കൂടെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.